നമ്മുടെ കേരളത്തിൽ ഇന്ന് അണുകുടുംബങ്ങളാണ് കൂടുതൽ അല്ലേ? ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ വലിയ കുടുംബങ്ങൾക്ക് ലോങ് ട്രിപ്പ് പോകാൻ തന്നെ ഒരു വലിയ വാഹനം തന്നെ വേണം. നിലവിൽ നിരവധി 7 സീറ്റർ വാഹനങ്ങൾ വിപണിയിലുണ്ട്. അതിനേക്കാൾ പുറമെ നല്ല വെടിക്കെട്ട് ഐറ്റങ്ങളാണ് ഇനി വരാനും പോകുന്നത്. വലിയ വലിയ കുടുംബങ്ങൾക്ക് അനുയോജ്യമായ അതും വരാനിരിക്കുന്ന കാറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്ഡേറ്റ് ടൊയോട്ട ഫോർച്യൂണറാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. പുതിയ തലമുറ ഫോർച്യൂണർ ഇന്ത്യയിലെത്താൻ അല്പം വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ. തെക്കുകിഴക്കൻ ഏഷ്യൻ വിപണികളിൽ അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ഫുൾ സൈസ് SUVയുടെ ന്യൂ ജനറേഷൻ പതിപ്പ് 2025 ഇന്ത്യയിലെത്തുക. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഫോർച്യൂണർ ചില്ലറ മാറ്റങ്ങളോടെ ടൊയോട്ട പുറത്തിറക്കാൻ സാധ്യതയുണ്ട്. അപ്ഡേറ്റഡ് ഫോർച്യൂണർ ജാപ്പനീസ് ബ്രാൻഡ് തായ്ലാൻഡിൽ അവതരിപ്പിച്ചിരുന്നു. പുറമേ മാറ്റങ്ങളില്ലെങ്കിലും അകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള പുതിയ 9-ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് പ്രധാനമായിട്ടുള്ള ഒത്തുചേരൽ. കൂടാതെ 20 bhp പവറും 50 Nm ടോർക്കും അധികം നൽകുന്ന കൂടുതൽ ശക്തമായ 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഫോർച്യൂണറിൻ്റെ ഹൃദയം. പുതിയ കാറിന് വേരിയൻറ്റുകളെ ആശ്രയിച്ച് 50,000 രൂപ മുതൽ 60,000 രൂപ വരെ അധികം തുക മുടക്കേണ്ടി വരും. പിന്നെ വരാനിരിക്കുന്ന കാറാണ് കിയ കാർണിവൽ. 2023 കിയ തങ്ങളുടെ പ്രീമിയം MPV ആയ കാർണിവൽ വിപണിയിൽ നിന്ന് പിൻവലിച്ചത്. എന്നാൽ 2023 ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച പുതുതലമുറ പതിപ്പിൻ്റെ രൂപത്തിൽ ഒരു മാസ് റീ എൻട്രി പ്രതീക്ഷിക്കാം. ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച KA4 മോഡലായിരിക്കും ഇന്ത്യയിൽ എത്തുക. നല്ല ഷാർപ്പായ ഫ്രണ്ട് ഡിസൈൻ ലഭിക്കുന്ന MPVയുടെ അകത്തളത്തിൽ 2 12.3 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റങ്ങൾ നമുക്ക് കാണാം. പഴയ കാർണിവലിന് കരുത്ത് പകരുന്ന അതേ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഇതിൽ വരിക. 45 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയാണ് പുതിയ കാർണിവലിൻ്റെ ഓൺ റോഡ് വില പ്രതീക്ഷിക്കുന്നത്. അടുത്ത വരാനിരിക്കുന്ന ഐറ്റമാണ് മഹീന്ദ്ര ബൊലേറോ നിയോ പ്ലസ്. ബൊലേറോ നിയോ എന്ന പേരിൽ ഇതിനകം തന്നെ മഹീന്ദ്ര ഒരു 7 സീറ്റർ കാർ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. പുതിയ ബൊലേറോ നിയോ പ്ലസ് വലിയ കുടുംബങ്ങൾക്ക് അനുയോജ്യമായ താങ്ങാനാവുന്ന ഓഫറായിരിക്കും ഇത്. പിറകിൽ സൈഡ് ഫേസ് ജമ്പ് സീറ്റുള്ള 9 സീറ്റർ പതിപ്പായിരിക്കും ഇത്. ഈ വർഷം ബൊലേറോ നിയോ പ്ലസ് വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. 118 bhp പവറും 280 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിലുള്ളത്. 13 ലക്ഷം രൂപ മുതലാണ് ബൊലേറോ നിയോ പ്ലസിൻ്റെ ഓൺ റോഡ് വില പ്രതീക്ഷിക്കുന്നത്. അടുത്തതും മഹീന്ദ്രയുടെ തന്നെയാണ് SUV 700. വിപണിയിൽ മത്സരം കടുത്ത സാഹചര്യത്തിൽ അടുത്ത വർഷം മഹീന്ദ്ര തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് SUVക്ക് ചില്ലറ മാറ്റങ്ങൾ നൽകും. സ്റ്റൈലിങ്ങിൽ കാര്യമായ പരിഷ്കാരങ്ങൾ ഇല്ലെങ്കിലും അകത്തായിരിക്കും കൂടുതൽ മാറ്റങ്ങൾ. ഓട്ടോ ഡിമ്മിംഗ് IRVM ആയിരിക്കും പ്രധാന കൂട്ടിച്ചേർക്കലുകളിലൊന്ന്. വെന്റിലേറ്റഡ് സീറ്റുകളും ഇലക്ട്രിക് ടെയിൽ ഗേറ്റും പോലുള്ള കൂടുതൽ ഫീച്ചറുകൾ ഫേസ് ലിഫ്റ്റിൽ വരുമെന്ന് കരുതുന്നു. മെക്കാനിക്കലായി മാറ്റങ്ങൾ ലഭിച്ചേക്കില്ല. 2 ലിറ്റർ പെട്രോൾ, 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനുകൾ ഇവയാണ് 700ക്ക് തുടർന്നും മുന്നോട്ട് നയിക്കുന്നത്. അടുത്തത് മഹീന്ദ്രയുടെ തന്നെ SUV E8 ആണ്. SUV 700യുടെ EV പതിപ്പാണ് SUV E8. ഇലക്ട്രിക് കാറിൻ്റെ പ്രൊഡക്ഷൻ സ്പെക്ക് മോഡൽ പരീക്ഷണയോട്ടം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ലോഞ്ച് 2024 തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. LED ഹെഡ് ലാമ്പുകൾ, LED DRLകൾ, കണക്റ്റഡ് ടെയിൽ ലാമ്പുകൾ, പുതിയ അലോയ് വീലുകൾ എന്നിവയായിരിക്കും SUV E8ൽ വരുന്ന പ്രധാന ഹൈലൈറ്റുകൾ. EVയുടെ സ്പെസിഫിക്കേഷൻസ് ഒന്നും തന്നെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. എന്നാലും 80 kW മോട്ടറുള്ള ഫ്രണ്ട് പവർ ട്രെയിനുമായി ഇത് വരുമെന്ന് കരുതുന്നു. റേഞ്ച് കണക്കുകൾ ഇതുവരെ തന്നെ വെളിവാകപ്പെട്ടിട്ടില്ല. ഈ വർഷം അവസാനത്തോടെയാണ് ലോഞ്ചിങ് പ്രതീക്ഷിക്കുന്നത്. വണ്ടി നിരത്തിലിറങ്ങിയാൽ ഏകദേശം 30 ലക്ഷം രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. ഇനി വരുന്നത് മിഡ് സൈസ് SUV സെഗ്മെൻറ്റ് ലീഡറായ ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് ജനുവരിയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിന് പിന്നാലെയാണ് അൽക്കസാറും കൊറിയൻ ബ്രാൻഡ് മുഖം മിനുക്കി എത്തുക. അൽക്കസാർ അണിയറയിൽ ഒരുങ്ങുന്നുവെന്ന സൂചന നൽകി വണ്ടി പരീക്ഷണയോട്ടം നടത്തുന്നതിൻ്റെ സ്പൈ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, മെമ്മറി ഫംഗ്ഷനോട് കൂടിയ ഡ്രൈവർ സീറ്റ് തുടങ്ങിയ പുതിയ ഫീച്ചറുകൾ അൽക്കസാർ ഫേസ് ലിഫ്റ്റ് കമ്പനി നൽകാൻ സാധ്യതയുണ്ട്. ADAS സേഫ്റ്റി സ്യൂട്ടായിരിക്കും മറ്റൊരു പ്രധാന കൂട്ടിച്ചേർക്കലുകൾ. 1.5 ലിറ്റർ ടർബോ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുകൾ നിലനിർത്തും. ക്രെറ്റ ഫേസ് ലിഫ്റ്റ് പുറത്തിറക്കിയതിനു ശേഷം ഈ വർഷം ആദ്യ പകുതിയിൽ തന്നെ അൽക്കസാർ ഫേസ് ലിഫ്റ്റ് പുറത്തിറങ്ങുമെന്നാണ് പറയുന്നത്. അപ്ഡേറ്റഡ് പതിപ്പിന് 60,000 രൂപ മുതൽ 70,000 രൂപ വരെ വില വർദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനിയുള്ളത് ഹോണ്ടയുടെ ഏറ്റവും വലിയ പുതിയ ഹിറ്റ് മോഡലാണ് എലിവേറ്റ് മിഡ് സൈസ് SUV. എലിവേറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള 7 സീറ്ററിന് പിന്നിൽ ഹോണ്ട പ്രവർത്തിക്കുന്നതാണ് റിപ്പോർട്ടുകൾ.
LED ഹെഡ് ലാമ്പുകളും LED DRLകളുമുള്ള പുതുക്കിയ ഫ്രണ്ട് ഫാസിയ കാറിന് ലഭിക്കും. പനോരമിക് സൺറൂഫ്, അഡാസ് വെന്റിലേറ്റഡ് സീറ്റുകൾ തുടങ്ങിയ ഫീച്ചറുകൾ പ്രതീക്ഷിക്കാം. 5 സീറ്റർ മോഡലിൻ്റെ അതേ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാവും ഇതിൽ വരിക. ഏവർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.